പ്രാർത്ഥിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതായത് ഡിവോഷണൽ റൗണ്ട് വന്നു. നമ്മുടെ ദേവതീർത്ത് എത്തുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ദേവതീർത്ത് ഓൺ സ്റ്റേജ്. മകനെ എന്തോ ആദിത്യരാജ, എന്തോ എന്തുണ്ട്? സുഖം. നിന്റെ നിപ്പും നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പാവമാണെന്ന് തോന്നുന്നു. ഡീസന്റ് കുഞ്ഞല്ലേ. സാമി എന്തുണ്ട് വേറെ വിശേഷം? സുഖമല്ലേ ലൈഫ്? സുഖം. നാളെ അച്ഛൻ വരും. നാളെ അച്ഛൻ സിംഗപ്പൂരാണ് കേട്ടോ. 3 മാസം കൂടുമ്പോ വരും അല്ലേ? യെസ്. നീ വിളിപ്പിക്കുന്നതായിരിക്കും അല്ലേ? ഞാൻ വിളിപ്പിക്കുന്നേ. അപ്പൊ അച്ഛന്റെ അടുത്ത് പറയൂ ഈ കാര്യങ്ങളൊക്കെ. പറയും ഏത് ഈ കാര്യങ്ങളൊക്കെ. ഏത് ഈ കാര്യം? കാര്യം എന്ന് വെച്ചാ ഏത് കാര്യം? ഇപ്പോൾ നടന്ന കാര്യങ്ങൾ. എന്താ അതെ, ഇപ്പോൾ ഏത്? നടന്നത്? നേരത്തെ ഒന്ന് പറഞ്ഞില്ലേ? ഏത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും കേട്ടോ? ഞാൻ നേരത്തെ ആർജിതൊന്ന് പറഞ്ഞില്ലേ? ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അച്ഛന്റെ അടുത്ത്. ആർജിത ഇന്ന് ഇവിടെ ലൈവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. മക്കളെ, നീ പറഞ്ഞില്ലേ ആർജിത കൊല്ലംകാരെ പറ്റി മോശമായിട്ട് പറഞ്ഞു? ഒന്ന് പറഞ്ഞോ? പോയിന്റ് നമ്പർ 1. ഇശലിനോട് പോയിന്റ് മിണ്ടരുതെന്ന് നമ്പർ 2, ഇശലിനോട് മിണ്ടരുത്, ബാക്കി പെണ്ണുങ്ങളുടെ അടുത്തൊന്നും മിണ്ടരുത്, എന്റെ അടുത്ത് മാത്രമേ മിണ്ടാവൂ എന്ന് പറഞ്ഞു. പറഞ്ഞു. പെണ്ണുങ്ങളുടെ അടുത്ത് മിണ്ടല്ലേന്ന് പറഞ്ഞില്ല, ഇശലിന്റെ അടുത്ത് മിണ്ടല്ലേന്ന് പറഞ്ഞു. ഈശ അത് പെണ്ണല്ലേ? ശരി. അപ്പം അങ്ങനെ ജനറലായിട്ട് പറഞ്ഞെന്ന് ഒരു സൂചന പണിയോടൊക്കെ മാത്രമേ ഉള്ളത്. പിന്നെന്തായിരുന്നു പറഞ്ഞത്? പിന്നെ വേറൊന്നും പറഞ്ഞില്ല അവള്. വേറെ പറഞ്ഞില്ല. അവള് പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മേക്കിന്റെ അടുത്ത് പോവരുത് മിണ്ടരുതെന്ന് നീ നീ പറഞ്ഞു. ഞാനെപ്പോഴാ പറഞ്ഞു? നീ പറഞ്ഞു അമേഘിനോട് മിണ്ടെന്ന് നിനക്ക് ഇഷ്ടമല്ല. പറയൂ. ഞാൻ പറഞ്ഞില്ല. അവള് പറഞ്ഞു. അവള് പറഞ്ഞു ഉത്തരം നീ പറയൂ. പറഞ്ഞെന്ന്. അത് സത്യം. എന്താ പറഞ്ഞേ? ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മേന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇവൻ എന്റെ അടുത്ത് പിണങ്ങും. അത് സത്യം. ഞാൻ പിണങ്ങത്തില്ല. എനിക്കെന്താ പിണങ്ങുന്നേ? ഇതിപ്പോ ആരെയും ഞാൻ വിശ്വസിക്കണം? അതെ. എന്നെ അതെങ്ങനെ? അല്ല, അത് ഇത് വെച്ച് ഇത് വെച്ചോ? നമ്മള് തമ്മിലുള്ള ഇത് വെച്ച് എന്നെ നമ്മള് തമ്മിൽ ഇതില്ല. നീ ഈ കൊച്ചിനെ ഇട്ടിട്ട് പോയോ ഇരുട്ടത്ത്? അല്ല, അത് കരണ്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ അമ്മച്ചിയെ വിളിച്ചോണ്ട് ഓടി. അമ്മച്ചിയോ? നീ അവിടെ നിന്നിട്ട് പറയണം, ആർജിതേ ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ട് കൂടെ, ഇപ്പൊ ലൈറ്റ് വരും എന്ന് പറയണ്ടതിന് പറയാം. നീ എലി ഓടുന്ന പോലെ ഓടിപ്പോയി കഴിഞ്ഞാല് തുടക്കത്തിലേ നീ വിശ്വാസക്കേട് കാണിച്ചു. അതെ. നീ ആ കൊച്ചു നിന്നെ വിശ്വസിക്കുകയല്ല. ഒരിക്കലും വിശ്വസിക്കത്തില്ല. മറ്റേ ഇശലിന്റെ കാര്യം, ഇശലിനോട് പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് ഭയങ്കര കെയറിങ് വേണം. മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കള്ളത്തിനും പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. ഞാനും അതേ പറയാറുള്ളൂ. ഈശ്വരനോട് പറഞ്ഞിട്ടില്ലാത്തതായിട്ടാണ് എന്റെ കക്ഷി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കക്ഷി അവിടെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇശലിനോട് പറഞ്ഞിട്ടല്ലേടാ? പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കിന്റെ അടുത്ത് മിണ്ടരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഴിക്ക് വാ മോനെ. ഇവൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ചക്കിക്കൊത്തൊരു ചങ്കര. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാ. അതെ, അതാണ് ഈ പൊസസീവ്നെസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോരുത് ആണ് താനും. എന്നാലും ആരോടെങ്കിലും മിണ്ടും ഒരു കുശുമ്പും ഉണ്ട്. പക്ഷേ എടാ, പാട്ടല്ലേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങള് യെസ്, ചേച്ചി എന്തോ തെറ്റ് ചെയ്തല്ലേ? ബാക്കി കാര്യങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? നിങ്ങള് എന്തിനാ എന്റെ അടുത്ത് മിണ്ടത്തില്ല ഇപ്പൊ? ആര് ഇപ്പൊ മിണ്ടിയില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് മിണ്ടാറില്ല. അമ്മേക്കിനെ കൈയിട്ടോണ്ട് നടക്കും. ഇപ്പൊ നമ്മളെ മൈൻഡേ ഇല്ല. ഞാൻ തിരിച്ച് മൈൻഡ് ചെയ്യാനും പോയി. അല്ല, നമുക്ക് ഈ പ്രശ്നം ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ആക്കിയിട്ട് തുടങ്ങിയാൽ മതി. വഴക്കിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു വിഷമം. കൈ പിടിച്ചിട്ട് പോയാൽ മതി. സോറി. ഇവനെന്താ ഇങ്ങനെ? അല്ല, അങ്ങനെ പറഞ്ഞാ പോരാ. രണ്ടുപേരും കൈ പിടിച്ചു സോറി. ഇവൻ കൈ ഇങ്ങനെ കൊടുക്കടാ. സോറി. അതിനൊരു നീ ഒഴിവാക്കുന്ന കേട്ടോ. നിന്നെ ഇതാടാ ലൗലി അങ്ങനെ ചെയ്തത്. അങ്ങനല്ല, സോറി. ഫീല് വേണം. പാവം. ടേക്ക് നമ്പർ 2. ഓക്കേ, ആക്ഷൻ. സോറി. ഇവള് പറഞ്ഞില്ലല്ലോ. സോറി. ഏകദേശം. നീ കെട്ടിപ്പിടിച്ചിട്ട് പോക്കോ. അപ്പൊ ഇനി നോ വഴക്ക്. ഇനി വഴക്കുണ്ടാക്കരുത്. ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പൊ ഏത് പാട്ട്? മച്ചകത്തമ്മയെ. മച്ചകത്തമ്മയെ കാൽ തൊട്ട് വന്നിച്ച് മകനെ തുടങ്ങൂ നീ യാത്ര. നീ തുടങ്ങാൻ പോവാ ഒരു യാത്ര. അപ്പൊ സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ,
ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്. വർഷം 1998. പാടിയത് പറയടാ. പാടിയത് MG സാർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാദ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിന്നലുകൾ പോക്കുന്ന യാത്ര. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിന്നലുകൾ പോക്കുന്ന യാത്ര. താൻ താൻ നിരന്തരം ചെയ്തൊരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര. മോക്ഷമലയാത്ര, ബ്രഹ്മമലയാത്ര, കഠിനതരമായൊരു ഹഠയോഗയാത്ര. മായാപ്രപഞ്ചമാം മൺതരയിലമരുന്ന മായയെ തിരയുന്ന യാത്ര. മായാപ്രപഞ്ചമാം മൺതരയിലമരുന്ന മായയെ തിരയുന്ന യാത്ര. ഹോമകുണ്ഡം പോൽ ജ്വലിക്കും മനസ്സിന് സാന്ത്വനം പകരുന്ന യാത്ര. പരമപദയാത്ര, പരമാത്മയാത്ര, പ്രണവമന്ത്രാക്ഷര സ്വരമുഖരയാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ. സ്വാമിയേ ശരണം ശരണമയ്യപ്പ. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാദ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ. 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 സ്വാമിയേ Sorry, sorry.